അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ്. ഇവിടെ ചെറിയ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് കാരണമായിരുന്നു വരാൻ പറ്റാതിരുന്നത്, ക്ലാസ്സിൽ കയറാൻ പറ്റാതിരുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ റൂമൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈഫൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇനി പരമാവധി എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ആദ്യം തന്നെ സൂറത്ത് ഫാത്തിഹ നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. നിങ്ങൾ മനസ്സിൽ പാരായണം ചെയ്യുക, മൈക്കോൺ ചെയ്യാണ്ട് ഞാൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളും പാരായണം ചെയ്ത് നമുക്ക് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഓക്കെ, നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് പാരായണം ചെയ്യുകയും അതിലൊരു ഭാഗം തഹജ്ജും ചെയ്ത് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സലാം കാക്ക ആദ്യം തന്നെ ഈ ആയത്ത് പാരായണം ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഓക്കെ, ഷിഫിനെ പാരായണം ചെയ്യും ആദ്യം, എന്നിട്ട് ആ മഞ്ഞ കാണുന്ന ഭാഗം തഹജ്ജും ചെയ്യും. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഓക്കെ, ഇബ്രാഹിം കുട്ടി സാറ് കയറിയിട്ടുണ്ടല്ലോ. ഈ ആയത്തൊന്ന് പാരായണം ചെയ്തിട്ട് ആ മഞ്ഞ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യും. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, മണിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ആ വജഅൽന എന്നുള്ള ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യും. അംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ഇ ജീം സാക്കിന മുകൽകല പഠിച്ചല്ലോ നമ്മൾ 10ാമത്തെ ഹാലില്.
കൽക്കലയുടെ അക്ഷരാണ്. അപ്പൊ ജീം സാക്കിന മുക്കൽക്കല ഈ ജ് ജിം സാക്കിന മുഖൽഖല ജ് വജ് ഐൻ ഫതഹ ലാം സാക്കിന ലാം സുക്കൂൻ എന്ന് പറഞ്ഞാലും മതി. അത് മുഖൽഖല കൽക്കലയാണോ? ലാമും കൽക്കലല്ലോ. ലാം സുക്കൂൻ ലാം സുക്കൂൻ അൽ നൂൻ ഫതഹ അലിഫ് മദ് തൊബി അറക്കത്താൻ വജഅൽന. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ ഒരു ഭാഗം വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, മറന്നു പോകുന്നുണ്ട്. ആദ്യം ഉസ്താദ് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യോ? ഓക്കെ ഉസ്താദ്, പാരായണം ചെയ്തോളൂ. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. അൽഹംദുലില്ലാ. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ തഹജ്ജ് ചെയ്യണം. മഞ്ഞ കളർ ഹംസത്തു വസ്ലിൻ തസ്ഖത്തു. ഓക്കെ ഓക്കെ. മഞ്ഞല്ലേ? ഹംസത്തു വസ്ലിൻ തസ്ഖത്തു വസ്ലൻ നബ്ദഉ ബിഹാ. ആണോ ഈ ആണോ ഊ ആണോ എന്നാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഓക്കെ. ഹംസത്തു വസ്ലിൻ തസ്ഖത്തു വസ്ലൻ നബ്ദഉ ബിഹാ ഇ സാദ് സുകൂൻ ഇസ് ത്വാ ഫത്ഹ യുസ്താ ഫത്ഹ ഇസ്താഫ യാ സുകൂൻ ഇസ്താഫൈ നൂൻ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ ഇസ്തഫൈന ഹാ ഉമ്മഹു ഇസ്തഫൈനാഹു. ഓക്കെ, അവിടെ ത്വാഇനൊന്ന് ഇത് മുഫഹമ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ത്വാ ഫത്ഹ മുഫഹമ കുഴപ്പമില്ല. അത് നിങ്ങൾ പ്രൊനൗൺസിയേഷനിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഒന്ന് പാരായണം ചെയ്തോളൂ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുൻ. ആ ചെറിയ ഭാഗം മാത്രം. വലഖദ് ഇസ്തഫൈന ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അൽഹംദുലില്ലാ. അവിടെ നമ്മൾ ഈ ഹംസത്ത് വസ്ലി നേരത്തെ കമറിലെ ആളോട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഹംസത്ത് വസ്ലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഹംസത്ത് വസ്ലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹംസത്ത് വസ്ലിന് ഹർക്കത്ത് ഏതാ വരിക എന്നുള്ളത് നമ്മൾ ഓരോ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഹംസത്ത് വസ്ല് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെ ആണോ ഈ ആണോ ഊ ആണോ എന്നാണ് പ്രത്യേകം ഞാൻ നോക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതിന് വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാണ്ട്, അത് അടുത്ത കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ്. അപ്പം മറ്റ് ആളുകൾ പിന്നെ നമ്മളെ സലാം കാക്കിയും ഷെഫിനൊക്കെ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഇത് എങ്ങനെയെന്നുള്ളത് ആ എപ്പോഴും ഓൾവേസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ പിന്നെ 10 നാമപദങ്ങളിൽ എന്ത് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഹുമാസി സുദാസി ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്തത് പിന്നെ അസീം ക ഈ ആയത്ത് പാരായണം ചെയ്തോളൂ. ووصى بها إبراهيم بها إبراهيم بني
ബനി ബനീഹി വയഖൂബു വയഖൂബു ويعقوب يا യാ بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. പിന്നെ അസീം കാക്ക കുറെ ക്ലാസ് മിസ്സാണെന്ന് തോന്നുന്നു. കുറെ കാലം ഒരുപാട് ക്ലാസ് മിസ്സായി. ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, അത് ഞാൻ നമ്മളൊന്ന് ശരിയായി പറഞ്ഞു. കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, നാട്ടിലൊക്കെ പോയി വരികയൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. ശരി, ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ടേ ഞാൻ പഠിച്ചിട്ട് ഓക്കെ പറയാം. ഓക്കെ. ഇപ്പൊ പാരായണം ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ നോക്കട്ടെ. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم دين فلا تموتن إلا وأنتم مسلمون. إلا وأنتم مسلمون. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? പ്രയാസമോ? ഒന്ന് പാരായണം ചെയ്തോളൂ. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്, എങ്കിലും കുഴപ്പമില്ലാണ്ട് പാരായണം ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞ കളർ കാണുന്ന ഭാഗം തഹജ്ജ് ചെയ്യാൻ പറ്റുമോ? اصطفى همسة وصل تسقط وصلا نبدأ بإي صاد سكون إس طا فتحة مفخمة يستا فا فتحة ألف يا مد طبيعي حركتان ഇസ്തഫാ ഫത്ഹ അലിഫ് ലയ്യിന മദ് തൊബീ ഹർക്കത്താൻ എന്നാണ് അത് വരിക. യാ അല്ല, ഫത്ഹ അല്ലേ, അലിഫ് ലയ്യിനാണ്. അങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചില്ലേ? അത് മറന്നുപോയി. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സെഹിറത്ത തോതിക്കോളൂ. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ളല്ല എന്നുള്ള ദ്വാദിന്റെ മഖ്റജ് തെറ്റാണ്. പിന്നെ കമാ സുഇല മൂസ മിൻ ഖബൽ, അവിടെ എന്താ ചെയ്യണം? ഖാഫാണ് പലെ, അവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. നമ്മളവിടെ പഠിപ്പിച്ചിട്ടില്ല, എങ്കിലും അത് ചെയ്യാം. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചു ഓതുക. പാരായണാണല്ലോ, ഖുർആനാണല്ലോ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണേ. ഈ ഹിറത്ത ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ആ മഞ്ഞ കളർ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യൂ. تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. കുറച്ച് നൂൻ സാക്കിനൻ്റെതും ദൊല്ല സവ സീനു ഷദ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം. ഈ മഞ്ഞ കാണുന്ന
بالإيمان ബില്ലീമാനി എന്നല്ല, ബിൽ ബിൽ باكسر ഈമാനി بي എന്നാട്ടോ. ബില്ലീന്ന് ഷദ് കൊടുക്കരുത്, ബിൽ ഈമാനി. بالإيمان باكسر بي خمسة وصل تسقط وصل نبدأ بها لام قمرية مظهرة ഓക്കെ. ألف خمسة كسرة بالإي لا ومالي خمسة كسرة يا مادة طبيعي حركتان بالإي من فتحة ألف مادة طبيعي حركتان ما بالإيما من كسرة ഓക്കെ, വെരി بالإيمان ഗുഡ്. അവിടെ ബിൽ ഈമാനി എന്നുള്ള ബ കെസ്ര ബി അത് അവിടെ വെക്കുക. പിന്നെ അംസത്ത് വസ്ൽ തസ്കുത്ത് വസ്ൽ നബ്ദ ബിഹ ആ ലാംസ് കമറിയ മുബഹറ അൽ ഇ അൽ ഇ അല്ല അൽ ഇ അൽ ഇ മാ അൽ ഈമാ നൂൻ കസ്രാനി അൽ ഈമാനി ബിൽ ഈമാനി അങ്ങനെ പറയണം കേട്ടോ. അത് ബാന് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് പറഞ്ഞ് ബാ എന്ന് പറഞ്ഞത് അതിനോട് ചേർന്ന് അൽ ഈമാൻ എന്ന് പറഞ്ഞ വേറാണ്, ബാ വേറാണ്. അപ്പോൾ ബാ പറഞ്ഞതിന് ശേഷം പിന്നെ അത് മറ്റേത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഓക്കെ, റിഹാന താത്ത പാരായണം ചെയ്തോളൂ ഈ കാണുന്ന ആയത്ത്. بسم الله الرحمن الرحيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. ഓക്കെ, വെരി ഗുഡ്. ഈ മഞ്ഞ കളർ ഒന്ന് തഹജി ചെയ്യൂ. الموت أمسة وصل تسقط وصلا نحو بآ لام قمرية مظهرة ميم فتحة واو سكون മീം ഫത്ഹ മാ مو മീം ഫത്ഹ മാ വാവ് സുക്കൂൻ. ميم فتحة سكون مو تاء فتحة تاء الموت. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ശുക്രൻ. ഉമ്മു ഹബീബ താത്ത. റൈഹാനത്ത മൈക്ക് ഓഫ് ആയിക്കോളൂ. റൈഹാനത്ത മൈക്ക് ഓഫ് ആക്കൂ. ഉമ്മു ഹബീബത്ത പാരായണം ചെയ്യും. ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون. ഓക്കെ, വെരി ഗുഡ്. ഈ മഞ്ഞ കാണുന്ന ഭാഗം ഒന്ന് തഹജി ചെയ്യൂ. اتخذتم خمسة وصل تسقط وصلا نبدأ بها إي تاء شدة فتحة إتا خاء فتحة مفخمة خاء اتخ ذال ساكنة مقلقلة اتخذ على ذال ساكنة ذال سكون اتخذ تاء ضمة اتخذت ميم ضمة اتخذتم. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീ. നല്ല ഉഷാറായിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. കമർ 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 സാലിം, കമർ സാലിം. കമർ സാലിം ഇല്ലേ? ഈ ആയത്ത് പാരായണം ചെയ്തോളൂ. കമർ സലീം, നിങ്ങൾ അൻസാർ ഗ്രൂപ്പിലല്ലേ? كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. കമർത്ത പാരായണം ചെയ്തതിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊന്നും എടുക്കാത്ത ഭാഗമാണ്. ഫകുൽന എന്നുള്ള അലിഫ്മത്ത് കട്ടാവും. ഫകുൽന ദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹു
كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നുണ്ട്. സമൃദ്ധ ഒന്നും കൂടി ക്ലിയർ ആക്കണേ ഇൻഷാ അല്ലാഹ്. പാരായണം ചെയ്തോളൂ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ഓക്കെ, ഒന്നും കൂടി ശരിയാക്കാനുണ്ടല്ലോ സാജിദത്ത. ഞാൻ നേരത്തെ പാരായണം ചെയ്തു ഒരു പ്രാവശ്യം. ഓക്കെ, ഒരു ഷാഹിദത്ത KG ഷാഹിദത്ത, നിങ്ങളൊന്ന് പാരായണം ചെയ്ത് തരിയത്. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الموتى ويريكم പോയോ? فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الموتى ويريكم آياته لعلكم تعقلون. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പാരായണം ചെയ്തുതരാം. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا ضاد كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى ويريكم آياته لعلكم تعقلون. ഓക്കെ, സനാ പർവീൻ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى ويريكم آياته لعلكم تعقلون. ആയാതിഹി എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? ആയാതി ഒരു സാക്കിനായിട്ട് വഖഫ് ചെയ്യണം, മദ്ദല്ല കേട്ടോ വരിക. ഓക്കെ, അപ്പം പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. റജീനത്ത പാരായണം ചെയ്യൂ പെട്ടെന്ന്. فَقُلْنَا بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ഓക്കെ, മഞ്ഞ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യൂ. ആണെങ്കിൽ അവിടെ പഠിച്ചിട്ടില്ല നിങ്ങൾ, അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. ഷെയ്ബ കബീർ. ആ മഞ്ഞ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യൂ, ഓതിക്കോളൂ. حركتان بو اضربوا حلمه اضربوه. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളെ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്ത് റെഡി ആക്കട്ടെ എന്ന് പറയാണ്. കാരണം സുക്കൂനായിട്ട് വരുന്ന സമയത്ത് ഈ വല്ലാണ്ട് യുഹിയില്ലാഹു എന്ന് പറയേണ്ട യുഹിയില്ലാഹുൽ മൗത വയുരീക്കും, അങ്ങനെ കുറെ ഭാഗത്തുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. لقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. ഓക്കെ, ഇൻഷാ അല്ലാഹ് കുറെ ഭാഗങ്ങൾ ശരിയാക്കി എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഗ്രൂപ്പിൽ സജീവമാവണം കേട്ടോ.
ഓക്കെ, സൈറാബാനു താത്തായി മഞ്ഞ കാണുന്ന ഭാഗം തേജ് ചെയ്യൂ. ഹംസത്ത് എഴുത്തതു ഹംസത്ത് വസ്ലിൻ തസ്കത്ത് വസ്ലിൻ നബ്ദഉ ബിഹ ഈ ഐൻ സുകൂൻ താ ഫത്ഹ താ എഴുത്ത ദാൽ ഫത്ഹ ദാ എഴുത്തദ വാവ് സുകൂൻ സുകൂൻ അലിഫ് സിഫർ മുസ്തദിർ അലിഫ് സിഫർ മുസ്തദിർ ലാ യുൻതക് لا ينطق يعتدون അൽഹംദുലില്ലാഹ്. يعتدوا ഒന്ന് പാരായണം ചെയ്താലേ يعتدوا أعوذ بالله ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. ഈ ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ സുൽഫത്ത. വേറെ ആരും വന്നിട്ടില്ല. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഓക്കെ, അൽഹംദുലില്ലാഹ്. ആ ഒറ്റ മഞ്ഞ കളർ ഒന്ന് തഹജ്ജ് ചെയ്യൂ. واتقوا واو فتحة با همزة وصل تسكت وصل نبدأ بها إي تا شدة فتحة تا بتا قاف ضمة قو قاف ضمة قو ഖാഫ് ളമ്മ വാവ് മദ് തൊബഈ ഹർക്കത്താൻ. قاف ضمة واو مد طبيعي حركتان. واتقوا ألف صفر مستدير لا ينطق. നന്നായിട്ട് പറയേണ്ടതാണ്, കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. അസിന KG, അസിന താത്ത ഇതൊന്ന് പാരായണം ചെയ്തോളൂ. പെട്ടെന്ന് പാരായണം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതീ أنعمت عليكم وأوفوا بعهدي أوفي بعهدكم وإياي فارهبون. ഈ മഞ്ഞ കാണുന്ന ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യൂ. اذكروا همسة وصلا تسقط وصلا نبدأ بها ഈന്നാണ് വരിക അവിടെ. അടുത്ത മിനിറ്റ് ഒരു മിനിറ്റ്. അടുത്ത ആളിലേക്ക് പോവാ. ഞാൻ ആസിയത്താത്ത ഇതൊന്ന് തഹജ്ജ് ചെയ്യൂ, എന്നിട്ട് ആ പാരായണം ചെയ്യൂ. اذكروا همزة وصل تسقط وصلا نبدأ بها അവിടെക്കട്ടെ, ആയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് കുറു അല്ല അത്. ഓക്കെ, ജെസ്സി തഹജ്ജ് ചെയ്യൂ. ഞാൻ പറയണോ? സുഖമില്ലല്ലോ, ഞാൻ പറയണോ? കുഴപ്പമില്ല, വേറെ ആളെ വിളിക്കാം. ഉസ്കുറു വരിക. ഈ എന്നാണ് എല്ലാരും പറഞ്ഞത്. همزة وصل تسقط وصلا نبدأ بها ذال سكون كاف لما كو راو لما مفخمة ഹർക്കത്താൻ അലിഫ് സിഫർ മുസ്തദിർ ലാ യുൻതക്. അങ്ങനെ കുറെ പറയാനുണ്ട്. മുഫഖമ കൂട്ടാണെങ്കിൽ, അല്ലെങ്കിൽ റാ ദമ്മ വാവ് മദ് തൊബി അലിഫ് സിഫർ മുസ്തദിർ ലാ യുൻതക് റൂ ഉദ്കുറു. ഓക്കെ. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الكتاب همزة وصل تسقط وصل نبدأ بها لام قمرية مظهرة الكاف كسرة كي الكي تا فتحة ألف مد طبيعي حركتان
الكتاب فتحة با الكتاب. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അടുത്ത ആള് പിന്നെ എന്താണ്, റസീന. ഈ ആയത്തൊന്ന് പാരായണം ചെയ്യും. റസീന പിണങ്ങോട്. ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. ഈ ഭാഗം തഹജ്ജ് ചെയ്യൂ. فتحة فا همزة وصل تسقط وصلا نبدأ بها إي سين سكون فاستا فتحة فاستا با كسرة بي فاستبي ഈ പറഞ്ഞാൽ മതി. പിന്നെ ചേർത്ത് വരുമ്പോ ഈ ഒഴിവാക്കിയിട്ട് ഫ. استبي قاف ضمة واو مد طبيعي حركتان ألف صفر مستدير لا ينتب. استبقوا فاستبقوا. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഓക്കെ, നമ്മളിനി പിന്നെ പുതിയ ഒരു പോർഷനിലേക്ക് പോവാണ്. കുറേ ആളുകൾ ഇല്ലാത്തതുണ്ട്, കുറേ ആളുകൾ തഹജ്ജ് ചെയ്യാൻ, ഇനി ഒരുപാട് തഹജ്ജ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താണ്, സമയം അധികരിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മീം സാക്കിന. മീം സാക്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂനുള്ള മീം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ഫത്ഹയോ കസ്റയോ ദമ്മയോ ഒന്നുമില്ല, സുക്കൂനാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ സുക്കൂന് സംഭവിക്കും. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാവും, പിന്നെ ഓൾറെഡി സുക്കൂന് വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം സുക്കൂനുള്ള മീമിന് കുറച്ച് പിന്നെ എന്തുണ്ട്, നിയമങ്ങളുണ്ട്. സുക്കൂനുള്ള മീമ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതേതാണെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 3 കാര്യങ്ങളാണ് സുക്കൂനുള്ള മീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 3 നിയമങ്ങൾ. ആ 3 നിയമങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾ ഹെഡിങ് ആയിട്ട് മീം സാക്കിന എന്ന് എഴുതിയിട്ട് സുക്കൂനുള്ള മീമിനൊക്കെ അതേപോലെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു 3 നമ്മൾ എഴുതണം. ഒന്നാമത്തേത് അൽ ഇഖ്ഫാ എന്നാണ്. അൽ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഗോപ്യമാക്കുക, മറച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക എന്നൊക്കെ പറയും. ഗോപ്യമാക്കുക, മറച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് അൽ ഇഖ്ഫാ. എങ്ങനെ എന്താന്നുള്ളത് നമുക്ക് ഇത് പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒന്നാമത്തത് അൽ ഇഖ്ഫാ. രണ്ടാമത്തത് അൽ ഇദ്ഗാം. അൽ ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിപ്പിക്കുക എന്ന് പറഞ്ഞു. ലയിപ്പിക്കുക, മീമിനെ ഏതിലേക്കാണോ അതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് സുക്കൂനുള്ള മീമിന്. ഓക്കെ, അത് നമുക്ക് ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ അതിന് വ്യക്തമായിട്ട് പഠിക്കും. പിന്നെ വരുന്നത് ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാണ്, വ്യക്തമാക്കുക എന്നാണ്. വ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ഒരു കാര്യമാണ് സുക്കൂനുള്ള മീമ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നെങ്കിൽ അത് ഇഖ്ഫ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇദ്ഗാം ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൽഹാർ ആയിരിക്കും. ഈ 3 രീതിയിൽ ആയിരിക്കും സുക്കൂനുള്ള മീമ് മാറും. സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന ഹർഫുകൾക്ക് ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്വഭാവം മാറും എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ 3. ഇനി നമ്മൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ, ഞാൻ അയച്ചു തരും. എങ്കിലും നമ്മൾ ഈ റണ്ണിങ്ങിൽ തന്നെ എഴുതുമ്പം ചിലപ്പോൾ അതങ്ങോട്ട് എന്തായിപ്പോഴും ഫീഡായിപ്പോകും. നമ്മൾ മറ്റേത് PDF ആകുമ്പം ചിലപ്പം എന്താ പറയുക, എഴുതാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടെ എഴുതി പോയാൽ കുറച്ചും കൂടി നമ്മളെ മൈൻഡിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീം സാക്കിന, ടോപ്പിക്ക് മീം സാക്കിന, സുക്കൂനുള്ള മീം. സുക്കൂനുള്ള മീമിന് 3 നിയമങ്ങളാണുള്ളത്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന ഹർഫുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ ഒന്ന് അൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്യമാക്കുക, മീമിനെ ഗോപ്യമാക്കി മറച്ചു വെച്ച് പാരായണം ചെയ്യുക എന്ന് പറയും.
രണ്ടാമത്തത് മീം സാക്കിന ഇദ്ഗാമാണ്, ലയിപ്പിക്കുക. അതായത് ഈ സുക്കൂനുള്ള മീമിനെ അടുത്ത ഹർഫിലേക്ക്, ഏത് ഹർഫാണോ ആ ഹർഫ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്, ആ സമയത്ത് മനസ്സിലാവും, അതിലേക്ക് പൂർണ്ണമായിട്ട് എന്തായി ലയിപ്പിക്കും. ലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അതിലേക്ക് എന്തായിപ്പോൾ മെർജ് ചെയ്തു, കേൾക്കൂല. പിന്നെ ഒന്ന് സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന ഹർഫിനെ ബേസ് ചെയ്തിട്ട് വ്യക്തമാവണം. ആ സുക്കൂനുള്ള മീമ് ക്ലിയറായിട്ട് വ്യക്തമായിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇങ്ങനെ 3 കണ്ടീഷനാണ്. എഴുതി കഴിഞ്ഞോ? അപ്പൊ അതില് സുക്കൂനുള്ള മീമിന് ശേഷം ഹർഫുകൾ അതപ്പോ വരും. ഇപ്പം ഓക്കെ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സുക്കൂനുള്ള മീം അല്ലേ? സുക്കൂനുള്ള മീമിന് ശേഷം അൽ ഇഖ്ഫ എന്ന് ഒന്നാമത്തേതാണ്, ഗോപ്യമാക്കുക. ഞാൻ പറഞ്ഞു അതിന് ശേഷം വരുന്ന ഹർഫായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഏത് ഹർഫാണ് വരുന്നത്? ഹർഫ് ബ. സുക്കൂനുള്ള മീമിന് ശേഷം ബ എന്ന അക്ഷരം വരികയാണെങ്കിൽ ആ സുക്കൂനുള്ള മീമിനെ ബായിലേക്ക് മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അതെങ്ങനെയാണ് ഇഖ്ഫ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലാണ്, ഉന്ന ഇല്ലാണ്ട്. പിന്നെ ഷദ് കൊടുക്കാണ്, ഉന്ന വേണം, ഷദ് ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്? മണിച്ച് പാരായണം ചെയ്യുക. ഒരു ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തേത് ഇതാണ് ഇഖ്ഫാ. ഇഖ്ഫാ സുക്കൂനുള്ള മീമിന് ഇഖ്ഫാ ഏത് അക്ഷരത്തിലേക്കാണ്, അല്ലെങ്കിൽ ഏത് അക്ഷരം വരുമ്പോഴാണ് ഇഖ്ഫാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബോധ്യമാവണം ബായിലേക്കാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ആ സുക്കൂനുള്ള മീമിനെ ബായിൽ മറച്ചു വെച്ച് മണിച്ച് പാരായണം ചെയ്യണം എന്നാണ്. ഓക്കെ, ഈ ഇഖ്ഫാ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും പഠിക്കാണ്ട് ഇഖ്ഫാ, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇഖ്ഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ഹാറും ആവരുത് ഇദ്ഗാമും ആവരുത്, അതിൻ്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, ഓരോന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇദ്ഗാം എന്താണ്, ഇദ്ഹാർ എന്താണ്. ഇപ്പം നമ്മൾ ഇഖ്ഫാ നോക്കുക. ഇഖ്ഫാഇൻ്റെ ഹർഫ് ബ ആണ്. ഇത് എഴുതി കഴിഞ്ഞോ? ഒന്നുമില്ല, ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ ഹർഫുഹു ബ, ഹർഫ് ബ ആണ് എന്നുള്ളത്. ഇനി നമുക്ക് 2-3 ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ മുമ്പേ നമുക്കൊരു തെഹജിയും അതെങ്ങനെ തെഹജ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അതിലേക്ക് പോവാണ്. മീം സാക്കിന സുക്കൂനുള്ള മീമ് ഇഖ്ഫ ഗോപ്യമാക്കുന്ന സമയത്ത് അതിൻ്റെ തെഹജി ഇങ്ങനെയാണ് വരിക. മീം സാക്കിന മുഖ്ഫ, അതായത് ഇഖ്ഫാഇനെ സുക്കൂനുള്ള മീമിനെ ഇഖ്ഫ ചെയ്തു. എവിടേക്ക് ഇഖ്ഫ ചെയ്തു? ഇന്ദൽ ബായിൽ. ബാ ചിലപ്പം ഫത്ഹ ആയിരിക്കാം, കസ്റായ ലൊമ്മയായിരിക്കാം, അതുകൊണ്ടാണ് അവിടെ ഡാഷ് ഇട്ടത്. ഫത്ഹാന ഫത്ഹ. ഇന്ദൽ ബായിൽ മഫ്തൂഹ, മക്സൂറ അല്ലെങ്കിൽ മദ്മൂമ, ഏതാണോ അത് എന്ന് പറഞ്ഞതിന് ശേഷം ബിഗുന്ന ഹർക്കത്തൈൻ, ബിഗുന്ന ഹർക്കത്തൈൻ, അതായത് 2 ഉന്നയോടുകൂടി 2 ഉന്നത്ത് കൊടുത്ത്, അതായത് ഒന്ന് മണിച്ച് 2 ഹർക്കത്തിൻ്റെ സമയം മണിച്ച് കൊണ്ട് മറച്ച് പാരായണം ചെയ്യണം. ഇത് നിങ്ങൾ തെഹജ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. ആ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. തെഹജ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞൊന്നു പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കഴിഞ്ഞു അല്ലേ? എങ്ങനെ? ഉന്ന പഠിപ്പിച്ചില്ല, ഉന്ന വരാനുള്ളതാണ്. ഉന്ന എന്താണെന്നല്ലേ? ഓ ശരി. ഉന്ന അത് പിന്നെ 11, 12, 13 ഹാല് എടുക്കുന്ന സമയത്ത് വരാനുള്ളതാണ്. അത് മറന്നുപോയിട്ടുണ്ട്, അത് ആദ്യം എടുക്കേണ്ടിയിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ആയത്ത് തർമീഹിം മീം സാക്കിന. പക്ഷെ അവിടെ സുക്കൂന് നൽകിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് സുക്കൂന് നൽകാത്തത്? അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? അതിനെ നമ്മൾ ഇഖ്ഫ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സുക്കൂന്, അതായത് ഇദ്ഗാം ഇഖ്ഫ ഒക്കെ വരുന്ന സമയത്ത് സുക്കൂന് നൽകപ്പെടില്ല. സുക്കൂന് ഉണ്ടെങ്കിൽ എന്താണ്? അത് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ അലാമത്ത്. ഇവിടെ ഈ ഇദ്ഗാം ഇഖ്ഫ വരുന്ന സമയത്ത് സുക്കൂന് നൽകൂല. ഓക്കെ,
അപ്പോൾ സുക്കൂന് നൽകാത്ത സമയത്ത് നമുക്ക് മനസ്സിലാവാം അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ശേഷം എന്താണ് ബ ആണ് വന്നത്. മീമ് സുക്കൂനുള്ള മീമിന് ശേഷം ബാവു വന്നു. ബാവു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മീമിനെ മറിച്ച് മണിച്ച് പറഞ്ഞു. അപ്പോൾ തർമീഹിം ബിഹിജ, തർമീഹിം ബി എന്ന് ഷദ്ദ് കൊടുക്കാണ്ട് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഉന്ന എന്ന് പറയുന്നത് ഉന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു തരിമൂക്കിലൂടെ ഇങ്ങനെ അപ്പോൾ ഇവിടെ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഓക്കെ, അടുത്തൊരു പിന്നെ ആയത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തഹജ്ജും കൂടി ആകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതാണ്. ഇത് വേറൊരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മീം സാക്കിന മുഖ്ഫ ഇഖ്ഫ ചെയ്തു. ഇൻദ എവിടേക്ക്? അരികിലേക്ക്. ഇൻദൽ ബാഇൽ മക്സൂറ കസ്റ നൽകപ്പെട്ട ഇൻദൽ ബാഇൽ അവിടെ ഒരു അൽ മക്സൂറ എന്നാണ് പേര് കേട്ടോ. മീം സാക്കിന മുഖ്ഫ ഗോപ്യമാക്കി മറച്ചു വെച്ചു. ഇന്ത ബാഇൻ്റെ അരികിൽ മറച്ചു വെച്ചു. ബായിൽ കസ്റ നൽകപ്പെട്ട ബായിലേക്ക് മറച്ചു വെച്ചു. ബി ഗുന്ന ഹർക്കത്തേൻ 2 ഹർക്കത്ത് ഗുന്ന ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ വമാഹും ബിഖാരിജീന മിനന്നാർ മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കെ, ഇവിടെ മക്സൂറ വരും, മഫ്തൂഹ വരും, മദ്മൂമ വരും, ഏതും വരാട്ടോ. ഇൻദൽ ബാഇൽ മക്സൂറ അൽ അലിഫ്ലാമ് മക്സൂറിൻ്റെ അവിടെ ഒരു അലിഫ്ലാമും കൂടി കൊടുക്കണേ. മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കെ, ഇനി അടുത്തൊരായത്ത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. വലാ തഅകുലൂ അംവാലകും ബൈന കാണുന്നില്ല. പോയോ? ഓക്കെ, ഇപ്പം കിട്ടിയില്ലേ? മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കെ, നമ്മൾ അടുത്തൊരായത്തിലേക്ക്. വലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിലി വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം അംവാലകും മീം സാക്കിനക്ക് ശേഷം ബ വന്നു. അപ്പോൾ അവിടെ ആ മീമിനെ മറച്ചു വെക്കണം. അപ്പോൾ അംവാലകും കുംബ എന്ന് മറച്ച് മണിച്ച് പറഞ്ഞു. ബൈനകും ബിൽ ബാതിലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മീം സാക്കിന ഇഖ്ഫാവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മീം സാക്കിന അൽ ഇദ്ഗാം ലയിപ്പിക്കുക. അതിൻ്റെ ഹർഫ് ഏതാണ്? മീമ് തന്നെയാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സുക്കൂനുള്ള മീമിന് ശേഷം ഏതെങ്കിലും ഒരു മീമ് ഹർക്കത്തുള്ള മീമ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ച് മണിപ്പിച്ച്, അതായത് മറ്റേ മീമ് കേൾക്കൂല. രണ്ടും മീമായതുകൊണ്ട് എന്തായാലും മീമിൻ്റെ ശബ്ദം വരും. പക്ഷേ ഒരു മീമ് മറ്റേ മീമിലേക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്? ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മീമിനൊരു ശബ്ദവും ഉണ്ടാവും. ഇഖ്ഫാഇൻ്റെ സമയം പോലെയല്ല, ഇദ്ഗാമിൽ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീമിന് ലേക്ക് ലയിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ഒരു ശബ്ദം കൂടി കാണാം. നിങ്ങൾക്ക് ഈ ഒരു ആയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മുമ്പേ നമുക്ക് അതിൻ്റെ തഹജ്ജി ഒന്ന് നോക്കാം. മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ ഡാഷ്. ഡാഷ് എന്ന് പറയുമ്പോൾ അത് ഫത്ഹ കസ്റ ദോമ ഏതും ആവാം. അതുകൊണ്ടാണ് അവിടെ ഡാഷ് കൊടുത്തത്. ഫിൽ മീമിൽ ഡാഷ് ബിഗുന്ന ഹർക്കത്തൈൻ. അപ്പോൾ മീം സാക്കിന മുദ്ഗമ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ആ മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിച്ച്
മണിച്ച് പാരായണം ചെയ്യുക. ഉന്ന ഹർക്കത്തിന് 2 ഉന്ന ടൈം കൊടുത്തെങ്കിട്ട് മണിച്ച് പാരായണം ചെയ്യുക. ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയത്ത് കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിമ്പിളാണ്, എന്നാലും നമ്മൾ അതിൻ്റെ ഹുക്മുകൾ പഠിച്ചു വെക്കണമല്ലോ. പിന്നെ അവിടെ എങ്ങനെ നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നുള്ളതും കൂടി നോക്കണം. മീംസാക്കിനെ സംബന്ധിച്ച് വലിയ പ്രയാസമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം പറഞ്ഞ 2 ഹർഫുകൾ മാത്രമാണ്. ഒന്ന് ബാവും ഒന്ന് മീമും. സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണ് വരുന്നെങ്കിൽ അത് ഇഖ്ഫ ആണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീം തന്നെയാണ് വരുന്നെങ്കിൽ അത് ഇദ്ഗാമാണ്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള അക്ഷരം എന്താണെന്ന് നമുക്ക് ഊഹിച്ചാൽ മതി. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നേരെ ഒരു ആയത്തിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ അന്നഹും അതായത് ഈ മീമിനെ പൂർണ്ണമായിട്ട് അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചു. ആ മീമ് ഷദ്ദ് വന്നു. അതുകൊണ്ട് അതിന് മീമിന് നൂനിന് ഷദ്ദ് വന്നു കഴിഞ്ഞാൽ ഉന്ന വരണം എന്നുള്ളത് നമ്മൾ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അത് നമ്മൾ ഇതിൻ്റെ മുമ്പേ പഠിഞ്ഞു പോകേണ്ടിയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമ്മൾ 11, 12, 13 ഹാലുകളായിരിക്കും പഠിക്കുക. അപ്പം അതിനോട് വിട്ടുപോയതാണ്. അപ്പോൾ അന്നഹും മബ്ഊസൂൻ അന്നഹും മബ്ഊസൂൻ. ഇനി നമുക്കൊരായത്ത് നോക്കാം. അതിൻ്റെ തെഹജിയും ഇവിടെ കാണാം. ഇവിടെ അൽ മക്സൂറ നേരത്തെ തന്നെ എണ്ണാണ്. അൽ മക്സൂറ മഫ്തൂഹ വരും, ഫത്ഹ് വരുമ്പോൾ മഫ്തൂഹ, ദൊമ വരുമ്പോൾ മദ്മൂമ. അതൊക്കെ നിങ്ങളിനി കണ്ടെത്തണം. മീംസാക്കിനക്ക് ശേഷം ഫത്ഹ വരുന്നത്, കെസ്ര വരുന്നത്, ദൊമ വരുന്നതൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൽ നിർബന്ധമാണ്. ഈ 3 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ഗാം, ഇഖ്ഫ, ഇദ്ഹാർ, ഈ 3 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഗ്രൂപ്പിൽ ചർച്ചകൾ ചെയ്യണം. നിങ്ങൾ കണ്ടെത്തണം. ഞാനിനി ആയത്തുകളൊന്നും തരൂല. നിങ്ങൾ ഖുറാനിൽ തപ്പി പിടിച്ചിങ്ങേറ്റ് സുക്കൂനുള്ള മീമിന് ശേഷം എവിടെയൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ഫത്തയും കസ്റയും ദൊമ്മ ഏതൊക്കെ വരുന്നുണ്ട് നിങ്ങൾ തപ്പി പിടിക്കുക. കിട്ടുന്നിടത്തോളം കിട്ടുക. അത് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അത് തെഹജ്ജ് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ തീരെ വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത്തത് ഞാൻ ആയത്തുകൾ തന്നിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിത്തിരിയാണ്. ഇനി ആയത്ത് തരൂല. ആയത്തും തരില്ല. ഇനി PDF തരണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ലാസ്സിൽ തന്നെ എഴുതിയെടുത്താൽ അതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേതൊന്നും നിങ്ങൾ ഇപ്പോൾ ഹംസത്ത് വസ്സിലൊന്നും ആരും ശരിയായിട്ടില്ല. നിങ്ങൾ ശരിയാക്കി എടുക്കണം. എപ്പോൾ ശരിയാക്കി എടുക്കണം എന്നെനിക്ക് അറിയുകയും ചെയ്യില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരായത്തും കൂടി നമുക്ക് നോക്കാം. وَمِنْهُمْ مَنْ يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ. ആമീൻ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ. وَمِنْهُمْ مَنْ يَقُولُ وَمِنْهُمْ ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മീം സാക്കിന സുക്കൂനുള്ള മീമിന് ശേഷം ഇദ്ഹാർ വ്യക്തമാക്കുക. എപ്പോഴൊക്കെയാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ്. ഹുറൂഫു ജമീഅ അല്ലെങ്കിൽ മുഴുവൻ ഹുറൂഫ് അദ ബ വൽ മീം, ബാവും മീമും ഒഴികെയുള്ള മുഴുവൻ അക്ഷരങ്ങൾ സുക്കൂനുള്ള മീമിന് ശേഷം ബാക്കി എല്ലാ ബാവും മീമും അല്ലാത്ത ഏതക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിട്ട് ഉച്ചക്കണം. കൽക്കലാക്കണം എന്നല്ല, മീമ് ക്ലിയർ ആയിരിക്കണം. ചുണ്ട് പൂടണം എന്ന്. ചുണ്ട് പൂടാണ്ട് ഒരു ഡൗട്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ കാണിച്ച ആയത്തില്ലായിരുന്നോ? അപ്പൊ അതിൽ നമ്മള് മീമ ഇദ്ഗാം ചെയ്യുമ്പോ തേജ് ചെയ്യുമ്പോ മീമിന് ഷദ്ദ് വരുമ്പോ വ്യത്യാസം വരുമോ? ഷദ്ദ് വരാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മീമിന് അതിലേക്ക് ഇതാണല്ലോ, അതിന് നമ്മൾ ബിഗുന്ന ഹർക്കത്തേൻ പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മള് ഇപ്പൊ ഷദ്ദ പത്താണെങ്കിൽ ഫീ മീമിൽ മഫ്തൂഹ മാത്രം മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തേൻ പറയണം. ആ ബിഗുന്ന ഹർക്കത്തേൻ അതന്നെ ഫത്ഹ വരുന്നതിന് മഫ്തൂഹ എന്ന് പറഞ്ഞാൽ മതി. ഫത്ഹ പറഞ്ഞു കഴിഞ്ഞാല് മഫ്തൂഹ അത് മെൻഷൻ ചെയ്യണ്ട. പിന്നെ മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തേൻ, മീമിൽ മക്സൂറ ബിഗുന്ന ഹർക്കത്തേൻ, മീമിൽ മദ്മൂമ ബിഗുന്ന ഹർക്കത്തേൻ.
അത് ഫത്ഹ കസ്റ ദമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഫത്ഹയാണെങ്കിൽ മഫ്തൂഹ, ഫത്ഹ നൽകപ്പെട്ടത് കാരണം ഫത്ഹ നൽകപ്പെട്ട ബാ അല്ലെങ്കിൽ കസ്റ നൽകപ്പെട്ടത്, അങ്ങനെ അതിലേക്ക് മാറും. ഓക്കെ. പിന്നെ ഇത് നോർമൽ കേസിൽ മീമ് നൂന് ഷദ് വരികയാണെങ്കിൽ അത് വേറെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇൻഷാല്ലാ. ഇവിടെ നമ്മൾ ബി ഉന്ന ഹർക്കത്തേൻ, കാരണം ഇതൊരു റീസൺ ഉണ്ട്. കാരണം സുക്കൂനുള്ള മീമിന് അടുത്ത മീമിലേക്ക് ലയിപ്പിക്കായതുകൊണ്ടാണ് അതിന് ഷദ് വന്നത്. നോർമൽ ഒരു മീമിനോ നൂനിനോ ഷദ് വന്നാൽ എന്താണെന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ എന്ത് ചെയ്യണം? ഇൽഹാർ, വ്യക്തമായിട്ട് പാരായണം ചെയ്യണം. നമുക്ക് അതിൻ്റെ പിന്നെ ഒരു എങ്ങനെ ഈ ക്ലാസിന്റെ PDF മാത്രം ലിങ്ക് അയച്ചു. ഞങ്ങൾക്ക് റേഞ്ച് ഇല്ല, തീരെ റേഞ്ച് ഇല്ല. ഇതിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരും. കഴിഞ്ഞ ക്ലാസ് സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും അതിന്റെ ഞാൻ എന്തെങ്കിലും കാട്ടിട്ട് ഉസ്താദിനെ കൊണ്ട് ഒരു വോയിസ് എഡിച്ച് നിങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ, ഞാൻ അയച്ചു തരണം, എന്തായാലും അയച്ചു തരണം ഇൻഷാല്ലാ. ഞാൻ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കാണ്. PDF ഞാൻ അയക്കും ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ നമ്മൾ പിന്നെ തഹജ്ജി ചെയ്യാം. മീം സാക്കിന മുമഹറ കബലൽ ഏത് ഹർഫാണോ വരുന്നത് അതിന് എന്താണോ കബലൽ ഡാഷ് എന്താണ് വരുന്നത് നമുക്ക് തഹജ്ജി ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് കേട്ടോ, മീം സാക്കിന മുമഹറ കബലൽ ഡാഷ് ഡാഷ് ഡാഷ്. ഓക്കെ. ഇനി അത് ഒരായത്ത് നമുക്ക് വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഒരായത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നിങ്ങൾ നോക്കൂ, مثلهم كمثل الذي استوقد نارا فلما. ഞാൻ തൽക്കാലം അവിടെ നിർത്തിക്കുകയാണ്. പിന്നെ ഇതിൽ വേറെയുണ്ട്. എവിടാണ്? ബിനൂരിഹിം വ ذهب الله بنورهم وتركهم في, അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പം മസലുഹും ചില ആളുകൾ അതിനെ ഇപ്പോൾ ബിനൂരിയുവ എന്നായി പോവും, അല്ലെങ്കിൽ വ തറക്കഹൂഫി. ശരിക്കും പിന്നെ എന്ത് ചെയ്യണം? വാവ് വരുന്ന സമയത്ത് യാ വരുന്ന സമയത്തൊക്കെയാണ് ഇത് ലയിച്ചു പോവുക. ചിലയിടത്ത് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പൂടിപ്പോവും. ചില സമയങ്ങളിൽ നമ്മളുടെ ചുണ്ട് കൃത്യമായിട്ട് പൂടൂല. അതായത് മീമിനെ ശരിക്കും مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അപ്പം കൽക്കലയിലേക്ക് പോകാനല്ല പറഞ്ഞത്, ഇൽഹാറാണ്. മസലുഹും ബിനൂരിഹിം വതറകഹും ഫീ. ചുണ്ട് കൃത്യമായിട്ട് പൂടണം. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങളെ മെൻറ്റേഴ്സിന് നിങ്ങൾക്ക് പാരായണം ചെയ്ത് കൊടുക്കണം. മെൻറ്റേഴ്സിന് പാരായണം ചെയ്ത് കൊടുക്കുമ്പം കൃത്യമായിട്ട് സുക്കൂനുള്ളത് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി, ഇതല്ല, നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത് കൊടുക്കുമ്പം ശരിക്കും നിങ്ങളെ ചുണ്ട് കാണണം, ചുണ്ട് ക്ലോസ് ആവുന്നുണ്ടോയെന്ന്. മസലുഹും ക പോരാ, മസലുഹും ക. അതേപോലെ ബിനൂരിഹിം വ എന്ന് പോരാ, ബിനൂരിഹിം വതറകഹും ഫീ. നിർബന്ധമാണ് അത് ചുണ്ട് ഇങ്ങനെ പൂടുക എന്നുള്ളത്. അല്ലാണ്ട് കൽക്കലയിലേക്ക് പോകാനല്ല പറഞ്ഞത്. ചുണ്ട് ഒന്ന് പൂടണം കൃത്യമായിട്ട്. ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പിന്നെ എന്താ പറയുക, ഇൽഹാർ എന്ന അല്ല, ഇൽഹാറിൻ്റെ അതിൽ നിന്ന് മാറിപ്പോയിട്ട് ഇഫയിലേക്കോ ഇദ്ഗാമിലേക്കൊക്കെ ഉള്ള ഒരു ലയിപ്പിക്കൽ രീതിയിലേക്ക് മാറിപ്പോകാൻ ചെണ്ട. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ തഹ്ജി മീം സാക്കിന മുൽഹറ കബലൽ കാഫ്. ഇവിടെ മീം സാക്കിന സുക്കൂന് ശേഷം ആര് വന്നിട്ടുണ്ട്? കബലൽ
കബില അതിന് ശേഷമായിട്ട് ആര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മീം കബില എന്ന് പറഞ്ഞാൽ മുമ്പിൽ അല്ലേ, മീം സാക്കിന കാഫ്, അതിൻ്റെ സുക്കൂനുള്ള മീമിൻ്റെ തൊട്ട മുമ്പിലായിട്ട് അടുത്തതായിട്ട് വന്നത് ആരാണ്? കാഫാണ്. അത് അൽ മഫ്തൂഹ, ഫത്ഹയുള്ള മഫ്തൂഹ വന്നിട്ട്, ഫത്ഹയുള്ള കാഫ് വന്നിട്ടുണ്ട്. അപ്പോൾ മീം സാക്കിന മുഹറ കബലൽ കാഫിൽ മഫ്തൂഹ. അപ്പോൾ ഇവിടെ ഉന്നയൊന്നുമില്ല കേട്ടോ, ഉന്ന ഹർക്കത്തേനൊന്നുമില്ല, ഉന്നില്ല, കാരണം വ്യക്തമാക്കലാണല്ലോ, അപ്പോൾ ഉന്നില്ല. ഓക്കെ, അടുത്തൊരായത്തുണ്ടോ നോക്കാം നമുക്ക്. അതാ ഹംസ. ഹംസയായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ആയത്താണ്. നിങ്ങൾ ഇതേപോലെ ഓരോ ഹർഫിനും നിങ്ങൾ കണ്ടെത്തണം. ഓരോ ഹർഫ് സുക്കൂനുള്ള മീമിന് ശേഷം ഓരോ ഹർഫ് ബാവും മീമും അല്ലാത്ത ഓരോ ഹർഫ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇന്ന ഭാഗം, ആ മാത്രം ഇത് മൊത്തം ആയത്ത് ഫുള്ളില്ലെങ്കിലും ആ ഭാഗം. ഇപ്പോൾ യുഹിബ്ബു അഹദുക്കും ഐ അഹദുക്കും ഐ യഅകുല ലഹ്മ അഖീഹി മൈത. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ കാഫ് ലൊമ്മ അല്ല, കാഫ് ലൊമ്മക്കു മീം സാക്കിന മുൽഹറ കബ്ലൽ ഹംസിൽ മഫ്തൂഹ. അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊട്ട മുകളിലായിട്ട് എന്ത് വരുന്നുണ്ട്? പിന്നെ ഇഖ്ഫാ വരുന്നുണ്ട്. എന്താണ്? വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, മീം സാക്കിന ശേഷം ബാ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഹർഫുകൾ ഇവിടെ മീം സാക്കിന മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഉന്ന ഹർക്കത്തൈൻ ഫത്ഹയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഖുർആനിൽ പിന്നെ നിങ്ങൾ കണ്ടെത്തുക. ഓരോ നിങ്ങളിപ്പോൾ പഠിപ്പിച്ച ഈ 3 ടോപ്പിക്കിൽ പിന്നെ ബായിൽ ഫത്തയും കെസ്റയും നൊമ്മ ഏതൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം നിങ്ങൾ കണ്ടെത്തുക. ഫത്തയും കെസ്റയും നൊമ്മ ഏതൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ കിട്ടാവുന്നിടത്തോളം കിട്ടുക. ഇഖ്ഫാഇൻ്റെത്, പിന്നെ ഇദ്ഗാമിൻ്റെ അതേപോലെ ഫത്തയും കെസ്റയും നൊമ്മ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തുക. പിന്നെ ഹംസ, ഓരോ ഹർഫുകളുണ്ടല്ലോ, ഹംസ ഉണ്ട്, താ ഉണ്ട്, പിന്നെ ബാ നമ്മൾ ഇതിലേക്ക് പോകുന്നു, സ ഉണ്ട്, പിന്നെ ജീം, ഹ, ഖ, ദ, റ, ഈ മീമും ബാവും ഒഴികെയുള്ള ബാക്കി മുഴുവൻ ഹർഫുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. നിർബന്ധമായിട്ട് ചർച്ച ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ഗ്രൂപ്പിലുണ്ട്, എനിക്കറിയാം നിങ്ങൾ ചർച്ച ചെയ്തിക്കണോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ താവിനൊരു ഉദാഹരണം, വഅൻതും തഅലമൂൻ, വഅൻതും തഅലമൂൻ, അതിലെവിടെങ്കിലും വരുന്നുണ്ടോ അല്ല, റിസ്കൻ ലക്കും അവിടെ വഖഫാണ്. റിസ്കൻ ലക്കും ഫലാത്ത ജഅലുലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഓക്കെ, അടുത്തൊരു ഒന്നും കൂടി സാഇൻ്റെ ഒരു ഉദാഹരണം നോക്കി. വതിൽകൽ അംസാലു വതിൽകൽ അംസാലു വതിൽകൽ അംസാലു അം. അതേപോലെ ലഅല്ലഹും യതഫക്കറൂൻ ലഅല്ലഹും യതഫക്കറൂൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്ന്, ഇപ്പം ജീമിൻ്റെ നോക്കൂ നിങ്ങൾ. ലാ യുഖാതിലൂനകും ജമീഅ ലാ യുഖാതിലൂനകും لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر. പിന്നെ ബഅസുഹും ബൈനഹും ഷദീദ്, അവിടെ മീം സാക്കിന ബാ വന്നു, പിന്നെ ബൈനഹും ഷീന് വന്നു, പിന്നെ അതാക്കണ തഹ്സബുഹും ജമീഅ, അവിടെയും മീം സാക്കിന വന്നു, പിന്നെ വഖുലൂബുഹും ഷത്ത, അവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ഷീന് വന്നു, ബിഅന്നഹും ഖൗമുൻ എന്നുള്ളിടത്ത് ഖാഫ് വന്നു. ഇങ്ങനെ നിങ്ങൾ ഖുർആനിൽ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഈ ആഴ്ച സുക്കൂനുള്ള മീമിൻ്റെ 3 നിയമങ്ങൾക്ക് പരമാവധി ഉദാഹരണങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം, കൊണ്ടുവരണം. ഞാൻ കാണും ഗ്രൂപ്പിൽ, എൻ്റെ അടുത്ത് നിങ്ങളെല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വരും, വിളിക്കേണ്ടി ഒക്കെ വരും. അപ്പോൾ അതിനുള്ള ഇടണ്ടാക്കരുത്. നിങ്ങളെ മെൻറ്റേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇന്നെങ്കിലും ഇന്ന് അല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്, ഇന്ന് ചെയ്യാൻ പറ്റും ഇന്ന് ചെയ്യും, അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരും. അതേപോലെ എൻ്റെ PDF ഞാൻ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ പഠിക്കുക. നിങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്? ആക്റ്റീവ് ആവേണ്ടത്. അപ്പോഴേ നമ്മൾക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. നിങ്ങൾ പരമാവധി
പരമാവധി ഈ പഠനത്തിലേക്ക് സജീവമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൊരുപാടാണ്. ഉസ്താദ് എന്നോട് പേഴ്സണലായിട്ട് വിളിച്ചിങ്ങോട്ട് ഇതൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പഠിക്കാനുള്ള താല്പര്യമാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ഓരോരുത്തരും മുന്നോട്ട് വരിക. പിന്നെ പരമാവധി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഖുർആൻ ഈ തജ്വീദ് പഠിക്കുക എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിലാക്കി വെക്കാനല്ല, അത് പാരായണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൽക്കലാന്ന് പറയാം, എല്ലാവിടെ മുന്നേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ പാരായണത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ പരിശ്രമവും ഒക്കെ ഒതുക്കി. ഇതിൽ വന്ന ആളുകളൊക്കെ അതിന് കൂടുതൽ താല്പര്യം ആയിട്ട് വന്നവരാണ് എന്നെനിക്ക് അറിയാം. അപ്പം അത് നമ്മൾക്ക് നമ്മളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മളെ ഉണർത്തുക, അത് നമ്മൾ പരിഹരിക്കും. നിങ്ങളും നമ്മളെ കൂടെ തന്നെ ഓടിയെത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞു വരുന്നു. ഇപ്പോൾ അഫ്സത്താത്തൊക്കെ സുഖമില്ല, അങ്ങനെ ഒരുപാട് നമ്മളെ ഗ്രൂപ്പിലുള്ള നഫീസത്താത്തിൻ്റെ ഹസ്ബൻഡിന് എന്തോ പ്രയാസമുണ്ട്, ഫാത്തിമത്താത്ത അരീക്കോട് ഉപ്പ പ്രയാസത്തിലാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, പലതരത്തിലുള്ള. അപ്പോൾ നിങ്ങളൊക്കെ അവർക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഇബ്രാഹിം കുട്ടി സാറ് ഇന്ന് അബുദാബിയിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരു കുടുംബമാണ്, നമ്മൾ പ്രാർത്ഥിക്കുക. വിശ്വാസികളാണ്, ഒരു ഉമ്മത്താണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനത്തെയും നമ്മുടെ ഈ ഒരു കൂട്ടത്തെയും ഒക്കെ അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ ഒരു പഠനം മൂലം അള്ളാഹു അവൻ്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസ് ഈ സമയം ഖുർആൻ പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയവും സമ്പത്തും ഒക്കെ അള്ളാഹു നാളെ നിങ്ങൾക്ക് തിരിച്ചു തരും, അത് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് വെറുതെ ഒരു സീരിയൽ കാണുക, വാർത്ത കാണുക ഒന്നല്ല. അപ്പോൾ ഇതിന് ഇരിക്കുന്ന ഓരോ സമയവും ഉപയോഗപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും നാളെ നമുക്ക് വൻ പ്രതിഫലമായിട്ട് നാളെ അള്ളാഹു തിരിച്ചു തരും. അങ്ങനെ ആവട്ടെ. അങ്ങനെ ആ ഒരു നെയ്യത്തോടു കൂടി ഇരിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ അർഹമായ പ്രതിഫലം നാളെ അള്ളാഹു നമുക്ക് അവൻ്റെ സ്വർഗത്തിൽ കൊണ്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. ഈ ആഴ്ച എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, നേരിട്ട് പരിചയമില്ലാത്ത ഒരു സുഹൃത്ത് എനിക്ക് നഷ്ടപ്പെട്ടു. വലിയൊരു നഷ്ടമായിരുന്നു. നിസാർ എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഫോണിലൂടെ ചെയ്താണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു 33 വയസ്സ് ചെറിയ 2 കുട്ടികളെ ആണുള്ളത്. വളരെ സങ്കടമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ ഖബറിടം പൂർണ്ണമായിട്ട് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവർ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ ജനതയ്ക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.